ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സ്റ്റീം ഡിസ്റ്റിലേഷനാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നെക്സ്റ്റ് ടോപ്പിക് ഇസ് എന്താണ് ഇമ്മിസിബിൾ ബൈനറി ലിക്വിഡ് സിസ്റ്റം. ഇമ്മിസിബിൾ ബൈനറി ലിക്വിഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ രണ്ട് ലിക്വിഡ്സും എന്തായിരിക്കും, കംപ്ലീറ്റ്ലി എന്തായിരിക്കും, immiscible ആയിരിക്കും. They are not dissolved with each other what we taken. So in this immiscible system we consider the partial pressure of the system. Okay, immiscible systemത്തിൻ്റെ കേസസിൽ നമ്മൾ എടുക്കുന്നത് എന്താണ്, പാർഷ്യൽ പ്രഷർ ഓഫ് ദ സിസ്റ്റം ആണ്. കാരണം ഇതിന് രണ്ടിനെയും നമുക്കൊന്നും ചെയ്യാനില്ല. ഇപ്പം കുറച്ച് എന്താ പറയുക, പെട്രോളിൽ കുറച്ച് വെള്ളം കലർന്നു പോയി എന്ന് വിചാരിക്കൂ, അതെന്താണ്, പാർഷ്യൽ ഇമ്മിസിബിൾ സിസ്റ്റമാണ്. അപ്പം നമുക്ക് ആ വെള്ളത്തിനെ ഇങ്ങ് മാറ്റിയെടുത്തിട്ട് പെട്രോളിനെ വേർതിരിച്ചെടുക്കണം. അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റീം ഡിസ്റ്റിലേഷൻ ചെയ്യാൻ പറ്റും. സോ സ്റ്റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡ് തന്നെയുണ്ട്, എന്താണ്, നമ്മൾ വാട്ടറിൽ നിന്നാണ് നമുക്ക് സ്റ്റീം കിട്ടുക അല്ലേ. ബോയിൽ ചെയ്ത വാട്ടറിനാണോ സ്റ്റീമിനാണോ കൂടുതൽ എനർജി ഉണ്ടാവുക, സ്റ്റീമിനായിരിക്കും. സോ ആ സ്റ്റീം എടുത്തിട്ട് സ്റ്റീം നമ്മളവിടെ എടുക്കുന്നത് കാരണം വി ഡീൽസ് വിത്ത് വേപ്പർ പ്രഷർ ഓഫ് ദ system we used. Okay, so in this case for calculating the total vapor pressure we use P is equal to partial pressure of A plus partial pressure of B. Okay, just ഇത്ര മനസ്സിലാക്കി വെക്കുക. Then the main principle of steam distillation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്റ്റീം ഡിസ്റ്റിലേഷൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ any mixture of two immiscible liquids will boil at a temperature lower than the boiling point of either of the pure liquids. Okay, what is the principle of steam distillation? The principle of steam distillation is any mixture of two immiscible liquids will boil at a temperature lower than the boiling point of either of the pure liquids. Okay, അതായത് രണ്ട് ഈ മിക്സ്ചർ ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിനേക്കാളും ഉള്ള ഒരു ലോവസ്റ്റ് ടെമ്പറേച്ചറിൽ വെച്ചിട്ടായിരിക്കും ഇവരെന്ത് ചെയ്യുന്നുണ്ടാവുക, ബോയിൽ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ലിക്വിഡ്സ് എടുക്കുന്നത് കാരണം നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റും, റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ റിലേറ്റീവ് വേപ്പർ പ്രഷർ എങ്ങനെ നമ്മൾ എഴുതുക, P0AV, അതായത് ഇത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക. P0AV is equal to NART and P0BV is equal to NBRT, or partial pressure P0A by P0B is equal to NA by NB, word RT രണ്ടുപേരും ക്യാൻസൽ ചെയ്ത് പോകും. ഓർ ഈ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, W/M ആണ്. വാട്ട് ഈസ് ഇറ്റ്, എന്താണ്, W/M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ which denotes the masses and molar masses. W is the mass and M is the molar masses, or pressure is equal to WA divided by MA for WB divided by MB. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം, P0A divided by PB is equal to എങ്ങനെ എഴുതാം, WA/MA divided by WB/MB, or WA/WB is equal to P0A into MA divided by P0B into MB. ഇത് ജസ്റ്റ് നമുക്ക് ആകെപ്പാട് ഇത് മതി. അതായത് സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴി നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ലിക്വിഡിൻ്റെ വെയിറ്റ് നമ്മൾ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ആ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി നീഡ് എന്താണ്, പാർഷ്യൽ പ്രഷർ ടേംസ്. സോ ഫോർ ഇൻട്രൊഡ്യൂസിങ് പാർഷ്യൽ പ്രഷർ ടേംസ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ പാർഷ്യൽ പ്രഷർ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായില്ല. അതായത് ഇത് ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ വേപ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് ഓരോന്നിനും, ഇപ്പോൾ എ എന്നുള്ള ലിക്വിഡ് അതിൻ്റേതായ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്, ബി എന്നുള്ള ലിക്വിഡിന് അതിൻ്റേതായ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ മാത്രമേ നമുക്ക് കാൽക്കുലേഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വേപ്പർ പ്രഷർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഈക്വേഷൻ യൂസ് ചെയ്ത് ഈ ഒരു ഫോമിലേക്ക് എത്തിയത്. ഓക്കെ, ഇനി എന്താണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു തരാം. പ്രിൻസിപ്പിൾ എന്തായിരുന്നു സ്റ്റീം ഡിസ്റ്റിലേഷൻ്റെ പ്രിൻസിപ്പിൾ,
അതായത് ഇത് ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ഇറ്റ് ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ഇറ്റ്സ് ആക്ച്വൽ ബോയിലിംഗ് പോയിൻ്റ് ഓഫ് ഐദർ ഓഫ് ദ പ്യുവർ ലിക്വിഡ്സ്. ഓക്കെ, ദെൻ ഫസ്റ്റ് സ്റ്റീം ഡിസ്റ്റിലേഷൻ്റെ പ്രൊസീജിയർ ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുന്നേ ഉള്ളൂ. അതിൻ്റെ ഡയഗ്രാമൊക്കെ നിങ്ങൾ നോക്കുക. സ്റ്റീം ഡിസ്റ്റിലേഷൻ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് വിച്ച് ഈസ് യൂസ്ഡ് ടു പ്യൂരിഫൈ എ ലിക്വിഡ്. ഒരു ലിക്വിഡിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം മൈൻഡിൽ എപ്പോഴും കീപ്പ് ചെയ്യുക, പെട്രോളിൽ വെള്ളം കലർന്നു കഴിഞ്ഞാൽ നമുക്കതിനെ എന്താ പറയുക പ്യൂരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീം ഡിസ്റ്റിലേഷൻ ചെയ്താൽ മതി. ഇനി ഫസ്റ്റ് ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യും, സ്റ്റീം ബബിൾസ് ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് വേറൊരു കണ്ടെയ്നറിൽ എന്തുണ്ടാകും, ഇംപ്യൂർ ലിക്വിഡ് ഉണ്ടാകും. അതിലേക്ക് ഈ സ്റ്റീമിനെ എന്ത് ചെയ്യും, പാസ് ചെയ്യും. ഓക്കെ, ഇനി ഈ ഇംപ്യൂർ ലിക്വിഡ് വേറൊരു ഫ്ലാസ്കിലായിരിക്കും. ഈ ഫ്ലാസ്ക് ഇംപ്യൂർ ലിക്വിഡ് എടുത്ത ഫ്ലാസ്ക് എവിടെയായിരിക്കും, സാൻഡ് ബാത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. കുറച്ച് മണലിട്ടിട്ട് നന്നായി ചൂടാക്കിയിട്ട് അടിയിൽ കൂടെ നന്നായി ഹീറ്റ് കൊടുക്കുക. എന്നിട്ട് ചൂടായ സാൻഡിൽ ചൂടായിക്കൊണ്ടിരിക്കുന്ന സാൻഡിലേക്ക് എന്തിറക്കി വെക്കും, ഈ ഇംപ്യൂർ ലിക്വിഡിൻ്റെ ഫ്ലാസ്ക് ഇറക്കി വെക്കും. അപ്പോൾ ഇത് നല്ല ഹോട്ടായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതിലേക്കാണ് നല്ല ഹോട്ട് സ്റ്റീമിനെ നമ്മൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഈ സ്റ്റീം ഇത് വന്ന് സ്റ്റീം ഇതിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ ലിക്വിഡ് എന്താവാൻ തുടങ്ങും, കുറച്ച് കഴിഞ്ഞാൽ ബോയിൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ബോയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, when the total vapor pressure of the liquid is equal to atmospheric vapor pressure. Atmospheric vapor pressure ടോട്ടൽ വേപ്പർ പ്രഷറും ഈക്വൽ ആയാൽ മാത്രമേ ഇത് ബോയിൽ ചെയ്യുള്ളൂ. ഇനി ബോയിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ടെമ്പറേച്ചർ ലോവർ ദാൻ ദ നോർമൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദി either of the two liquids. ടെമ്പറേച്ചർ ആ ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ എപ്പോഴും എങ്ങനെയായിരിക്കണം, ടെമ്പറേച്ചർ ലോവർ ദാൻ ദി നോർമൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദി either of the two liquids. ദെൻ ഇത് ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ നിന്നും എന്തുണ്ടാവാൻ തുടങ്ങും, വേപ്പേഴ്സ് ഉണ്ടാവാൻ തുടങ്ങും. അത് വേറൊരു ട്യൂബിലൂടെ കടത്തി വിടും. അവിടെ എന്തുണ്ടാകും, വാട്ടർ കണ്ടൻസർ ഉണ്ടാകും. എന്താണ്, വാട്ടർ കണ്ടൻസർ ഉണ്ടാകും. ഈ വാട്ടർ കണ്ടൻസറിൽ വെച്ചിട്ട് ഈ വേപ്പേഴ്സിന് അത് എന്ത് ചെയ്യും, കണ്ടൻസ് ചെയ്യും. കണ്ടൻസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വേപ്പറിനെ തിരിച്ച് എന്താക്കി മാറ്റുക, ലിക്വിഡാക്കി മാറ്റുക. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വേപ്പറിനെ ഡയറക്റ്റ്ലി എന്താക്കി മാറ്റുക, ലിക്വിഡാക്കി മാറ്റുക. വേപ്പറിനെ തിരിച്ച് ലിക്വിഡാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ദെൻ ഈ കണ്ടൻസ് ചെയ്ത ലിക്വിഡിനെ കളക്ട് ചെയ്യാൻ വേറൊരു റിസീവർ ഉണ്ടാകും. ആ റിസീവറിലേക്ക് കണക്ട് ചെയ്യും. ദെൻ അതിൽ എന്തെങ്കിലും ഇമ്മിസിബിലിറ്റി ഉണ്ടെങ്കിൽ സെപ്പറേറ്റിംഗ് ഫണൽ വെച്ചിട്ട്, സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു ഫണലാണ്. ഈ ഫണൽ ഇതിന് വേറെ ലിഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അത് വെച്ചിട്ട് എന്ത് ചെയ്യും, ഷെയ്ക്ക് ചെയ്ത് ഇവിടെ ഒരു അടിയിൽ നമ്മൾ ബ്യൂററ്റ് മാതിരി ഓപ്പൺ ചെയ്യുന്നൊരു സാധനം ഉണ്ടാകും. ഇതിന് ഒരു ബോട്ടിൽ ലൈക്ക് കുറച്ചുകൂടി മിസ് വൃത്തി വരച്ചുതരാം. അതിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്തെടുക്കും. ഓക്കെ, ഞാൻ വലിയ കലാകാരിയൊന്നുമല്ല, ഇതിനെ നശിപ്പിച്ചിട്ടുണ്ട് ചിത്രത്തിന്. റഫായിട്ടേ വരച്ചിട്ടുള്ളൂ. ഇതിൻ്റെ നല്ല പ്ലോട്ടിങ്സ് ഞാൻ കിട്ടുകയാണെങ്കിൽ വേറെ ചെയ്തുതരാം. സോ ഞാൻ പറഞ്ഞ മാതിരി ആദ്യം സ്റ്റീമിനെ ഉണ്ടാക്കി. ഫസ്റ്റ് ഇത് RB ഫ്ലാസ്ക്കാണ്. ഇതൊക്കെ നമ്മുടെ ലാബിലുണ്ട്. ഈ RB ഫ്ലാസ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സ്ചറിനെ നമ്മൾ എടുത്തിട്ട് നമ്മൾ ഇറക്കി വെക്കും, ചൂടായിക്കൊണ്ടിരിക്കുന്ന സാൻഡ് ബാത്ത് അടിയിലുണ്ടാകും, ഒരു ട്രേലുണ്ടാകും, ഒരു ഇരുമ്പിൻ്റെ ട്രേലുണ്ടാകും. ആ ട്രേയിലേക്ക് നമ്മളിതിനെ ഇറക്കി വെക്കുക. ദെൻ ഇവിടുന്ന് ഒരു ട്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ടാകും, വേറൊരു ട്യൂബ് ഉണ്ടാകും. ദെൻ ഇത് വാട്ടർ കണ്ടൻസറാണ്, വേറൊരു ഫണലോ ഫ്ലാസ്കോ ബോട്ടിലോ ബീക്കറോ എന്തെങ്കിലും ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടാകും. ഫസ്റ്റ് നമ്മൾ സ്റ്റീം ഉണ്ടാക്കും. ആ സ്റ്റീമിനെ ഏതിലേക്ക് പാസ് ചെയ്യും, ഈ RB ഫ്ലാസ്കിലേക്ക് പാസ് ചെയ്യും. ഈ RB ഫ്ലാസ്കിൽ ആരുണ്ട്, ഹോട്ടായിട്ടുള്ള എന്തുണ്ട്, ലിക്വിഡ്സ് ഉണ്ട്, ഇമ്മിസിബിൾ, കംപ്ലീറ്റ്ലി ഇമ്മിസിബിൾ ലിക്വിഡ് ഉണ്ട്. ഈ ലിക്വിഡിലേക്ക് ഈ സ്റ്റീം എത്തിക്കഴിയുമ്പോൾ ഇത് ബോയിൽ ചെയ്യാൻ തുടങ്ങും. ബോയിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ്, അറ്റ്മോസ്ഫിയറിക് വേപ്പർ പ്രഷർ ഇസ് ഈക്വൽ ടു ദ ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദി ലിക്വിഡ്. ഇനി ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ എപ്പോഴും എന്തായിരിക്കും, ദ ടെമ്പറേച്ചർ ഇസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ഇറ്റ്സ് ആക്ച്വൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് either of the solution, either of the liquid. ദെൻ ആ വേപ്പേഴ്സ് ഇതിലൂടെ പോകും. ഇതിലൂടെ പോയിട്ട്
ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻസർ, വാട്ടർ കണ്ടൻസറാണ്. ഇതും ലാബിലുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും കോളേജിൽ വരുമ്പോഴും മിസ്സ് കാണിച്ചിരുന്നുണ്ട്. ഈ കണ്ടൻസറിൻ്റെ പ്രത്യേകത, ഇതിനൊരു ഔട്ട്ലെറ്റും ഉണ്ടാകും, ഇതിനൊരു ഇൻലെറ്റും ഉണ്ടാകും. ഇത് നമ്മുടെ പൈപ്പില്ലേ, നമ്മുടെ സിങ്കിൻ്റെ അടുത്തുള്ള പൈപ്പ്, ആ പൈപ്പായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. ഒന്നിലൂടെ വെള്ളം ഇങ്ങനെ എന്ത് ചെയ്യും, ഒരു പൈപ്പിലൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൈപ്പ് തുറന്ന് കഴിയുമ്പോൾ വെള്ളം ഇതിലൂടെ വന്നിട്ട് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ഇത് ഫില്ലാകും. ദെൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്ലെറ്റ് ആയിരിക്കും. ഈ ഔട്ട്ലെറ്റിലൂടെ ഒരു ട്യൂബ് കണക്ട് ചെയ്തിട്ട് വേറൊരു സിങ്കിലേക്ക് ഇടും. കാരണം ഇത് കണ്ടൻസ് ഈ വെള്ളം എപ്പോഴും കൂളിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടൻസർ കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. ഓക്കെ, അപ്പോൾ ഇത് പുറത്തോട്ട് വിടും. അപ്പോൾ ഇത് ഈ പ്രോസസ്സ് തീരുന്നത് വരെ ഇത് ഓഫ് ചെയ്യാൻ പാടേ ഇല്ല. കാരണം ഒന്നിലൂടെ വെള്ളം കൊടുക്കുന്നു, ഒന്നിലൂടെ കുറച്ച് വെള്ളം എന്ത് ചെയ്യും, പുറത്തേക്ക് കളയുകയും വേണം. അങ്ങനെ ഈ വരുന്ന വേപ്പറിനെ ഇവിടെ വെച്ചിട്ട് ഈ ട്യൂബും ഈ വെള്ളം ഫില്ല് ചെയ്യണവർ തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. ഈ ട്യൂബിന് കൂളിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നത്, വാട്ടർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. സോ ഈ വേപ്പർ ഈ ട്യൂബിലൂടെ കടന്നിട്ട് ഇതെന്താവാൻ തുടങ്ങും, കണ്ടൻസ് ചെയ്യും. കണ്ടൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ വേപ്പർ എന്തായി മാറും, ലിക്വിഡായി മാറും. ദെൻ ആ കണ്ടൻസ് ചെയ്യുന്ന ലിക്വിഡ് ഓരോ ഡ്രോപ്പായിട്ട് എവിടെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും, ഈ താഴെ നമ്മൾ വെച്ചിട്ടുള്ള ബീക്കറിലോ കോണിക്കൽ ഫ്ലാസ്കിലോ അല്ലെങ്കിൽ എനി കളക്ഷൻ മീഡിയയിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് റിസീവ് ചെയ്യാൻ പറ്റും. ഇനി ഇതിലെന്തെങ്കിലും ഇമ്മിസിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്യാൻ പറ്റും. സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി ഒരു ആളാണ്. ഇവിടെ ഒരു ലിഡ് ഉണ്ടാകും, ഇവിടെ ഒരു നോസിലുണ്ടാകും. ഈ നോസിലിന് നമ്മൾ ബ്യൂററ്റ് മാതിരി ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ദെൻ ഇതിലേക്ക് എടുത്തു കഴിഞ്ഞ് നമ്മൾ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ലെയർ കിട്ടും. ഈ അടിയത്തെ ലെയറിന് നമുക്ക് മാറ്റിയെടുക്കാം. ഓക്കെ, ഇതൊന്നും നിങ്ങൾ നോക്കിയില്ലേ, ഇത്രയും കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ.